ഹലോ എക്സാമിനർ ക്ലാസ് 8 ഫാമിലി. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ദിവസം ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള സെക്കൻഡ് ടൈം എക്സാമിനുള്ള ടൈം ടേബിൾ ഔദ്യോഗികമായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാം നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയണ്ടേ. രാവിലെയാണോ ഉച്ചക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ. എല്ലാം ഷമീം സാർ പറഞ്ഞുതരാം. മാത്രമല്ല ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. എല്ലാത്തിനെ കുറിച്ചും പറയാം. നമുക്ക് ആദ്യം ടൈം ടേബിളിലേക്ക് കടക്കാം. നമുക്ക് എന്താണ് മക്കളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? 11-ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുധനാഴ്ചയാണ് കേട്ടോ. ബുധനാഴ്ച 1:30 മുതൽ 3:15 വരെ. നമ്മുടെ മിക്ക എക്സാംസും ഉച്ചയ്ക്ക് ശേഷമാണ് അല്ലേ. 1:30, 1:30, 2, 1:30, 1:30, 1:30. ഇടയ്ക്കൊരു 10 AM കാണുന്നുണ്ട്. ഏതാന്നൊക്കെ നോക്കാം. യെസ്, 1:30 മുതൽ 3:15 വരെ ആദ്യത്തെ എക്സാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്. മലയാളമായാലും അറബി ആണെങ്കിലും സാൻസ്ക്രിറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും അല്ലേ, നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആണ്. ആദ്യം ലാംഗ്വേജ് തരുന്നു. ഫസ്റ്റ് തന്നെ മാത്സ് ആയി കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ എക്സാംസിനെയും അത് ബാധിക്കുമായിരുന്നു അല്ലേ. പക്ഷേ ലാംഗ്വേജ് ആണ് നമുക്ക് അടിപൊളിയായിട്ട് ചറ എഴുതാൻ പറ്റും. ഒരു കോൺഫിഡൻസ് വരും. ബാക്കിയുള്ള എക്സാംസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. നല്ലൊരു ടൈം ടേബിൾ തന്നെയാണ്. ഇനി 12-ാം തീയതി വ്യാഴാഴ്ച 1:30 മുതൽ 3:15 വരെ ഇംഗ്ലീഷ്, വീണ്ടും ലാംഗ്വേജാ. ഇത് നമുക്ക് നല്ലവണ്ണം എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പോൾ കോൺഫിഡൻസ് എങ്ങനെ കൂടി വരും അല്ലേ. എന്നിട്ടോ നമുക്ക് അടുത്തത് വരുന്നത് 13-ാം തീയതി വെള്ളിയാഴ്ച 2 എക്സാം ഉണ്ട്. 10 മണി മുതൽ 12:45 വരെ ആർട്സ്, സ്പോർട്സ്, പ്രവൃത്തി പരിചയ അതിൻ്റെ എക്സാം ആയിരിക്കും. അന്ന് തന്നെ 2 മണി മുതൽ 3:45 വരെ വീണ്ടും അടുത്ത ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി അല്ലേ. ഹിന്ദി നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നു, ഫുൾ മാർക്ക് സെറ്റ് ആക്കുന്നു. ഓക്കെ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഷമീം സാറ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, യെസ്. പിന്നെ 16-ാം തീയതി തിങ്കളാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അല്ലേ എക്സാമിന് വേണ്ടി. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനിയും ഞായറും നമുക്ക് സ്റ്റഡി ലീവ് ഉണ്ട്. ആ 2 ദിവസം നമ്മൾ ഏത് പഠിക്കുന്നു മക്കളെ? യെസ്, സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താം അല്ലേ. സോഷ്യൽ സയൻസ് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ മാത്സ് പഠിക്കാനുണ്ട്. മാത്സിന് അധികം ദിവസമില്ല. 18 കഴിഞ്ഞാൽ 19-ാം തീയതി മാത്സ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. ശരിയാക്കി തരാം. യെസ്, അതുപോലെ തിങ്കളാഴ്ച നമുക്ക് 1:30 മുതൽ 3:15 വരെ സോഷ്യൽ സയൻസ് ആണ്. 17-ാം തീയതി ചൊവ്വാഴ്ച 1:30 മുതൽ 3:15 വരെ മലയാളം സെക്കൻഡിന്റെ എക്സാം ആണ്. 18-ാം തീയതി ബുധനാഴ്ച 1:30 മുതൽ 3:45 വരെ ബേസിക് സയൻസിന്റെ എക്സാം ഉണ്ട് അല്ലേ. 3:45 വരെ ഉണ്ട് കേട്ടോ. ബേസിക് സയൻസിന് കുറച്ച് സമയം അധികം ഉണ്ട്. ഓക്കെ, മലയാളം സെക്കൻഡിന് 3:15 വരെ ആയിരുന്നു. പക്ഷേ ബേസിക് സയൻസ് നമുക്ക് 3 സബ്ജക്റ്റ് ഉണ്ട്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. അതുകൊണ്ട് തന്നെ 3:45 വരെയാണ് എക്സാം ഉള്ളത്. പിന്നെ 19-ാം തീയതി ലാസ്റ്റ് നമുക്ക് മാത്സും. ഓക്കെ, അപ്പോൾ ഈ ബേസിക് സയൻസിൻ്റെ എക്സാം കഴിഞ്ഞ് നമുക്ക് ആ രാത്രി മാത്രമേ മാത്സ് പഠിക്കാൻ വേണ്ടി സമയമുള്ളൂ. അപ്പോൾ ഈ മാത്സ് പഠിക്കാൻ നമുക്ക് എന്ത് വേണം, സമയം കണ്ടെത്തണം. എങ്ങനെയാണ് സമയം കണ്ടെത്തുക? യെസ്, അടിപൊളിയായിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ട മക്കളെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്തോളൂ. ഈ കാര്യം ഫ്രണ്ട്സിനോട് പറയാം. ഓക്കെ, ഇനിയുള്ള 7 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ സെറ്റ് ആക്കും മക്കളെ. അതിന് വേണ്ട ഒരു അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാനുമായിട്ട് ഈ സൺഡേ ഡിസംബർ 1-ാം തീയതി 7:30 എക്സാമിനർ ഫാമിലി വരുന്നുണ്ട്. ഈ കാര്യം മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈ ഞായറാഴ്ചത്തെ സ്റ്റഡി പ്ലാനിൽ ഉണ്ടാവുന്ന താഴെ കമൻറ്റും ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാം എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് സെറ്റ് ആക്കണം. ഞായറാഴ്ചത്തെ ഇവന്റ് ആരും മിസ്സാക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.